ഹലോ ഫ്രണ്ട്സ്, ഇനി ഞങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന മാത്തേരൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എങ്ങനെ പോകാം അതിനെക്കുറിച്ചുള്ള പ്ലാനാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു മാത്തേരൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം ഒരു മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമപ്രദേശമാണ് ഈ ഒരു മാത്തേരൻ എന്ന് പറയുന്ന സ്ഥലം. ഫുള്ള് ഈ ഒരു ടൈമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് പച്ചപ്പ് നിറഞ്ഞിട്ട് കാണാൻ പറ്റും. വളരെ ഭംഗിയാണ് ഈ ഒരു ടൈം കൊണ്ട്. പിന്നെ ഈ ഒരു സ്ഥലം മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് വാഹനങ്ങളൊന്നും പ്രവേശിക്കില്ല. ഇവിടെ ആകെന്ന് വെച്ചാൽ കുതിര വണ്ടികളുണ്ട്, കുതിരയിൽ നമുക്ക് പോവാം. പിന്നെ അതുപോലെ വെച്ചാൽ നമുക്ക് ഇലക്ട്രിക് റിക്ഷകൾ കാര്യങ്ങളുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ടോയ് ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ്. അമ്മാൻ ലോഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഈ ഒരു മാത്തേരൻ വരെ മാത്തേരിൽ നമുക്ക് ഫുൾ നമുക്ക് ഈ ഒരു ടോയ് ട്രെയിനിൽ നമുക്ക് പോകാൻ പറ്റും. മാത്തേരൻ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് ടൈം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും അത് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള ടൈമാണെന്ന്. ഈ ഒരു മൺസൂൺ ടൈമിൽ പോകാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ് ഈ ഒരു മാത്തേരൻ. എറണാകുളം നമ്മൾ ഈ ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എറണാകുളം നമ്മൾ പോകുകയെന്ന് വെച്ചാൽ മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന പനവേൽ അല്ലെങ്കിൽ കല്യാൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ പനവേൽക്ക് പോകാൻ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ട്രെയിനുകൾ നമുക്ക് അവൈലബിൾ ആണ്. കേരളത്തിൽ നിന്ന് 16-346 നേത്രാവതി എക്സ്പ്രസ്, 12-617 മംഗള ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഈ ഒരു ട്രെയിനാണ് നമുക്കുള്ളത്. ഈ ഒരു ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ് ആകുമ്പോഴത്തേക്ക് 650 സ്ലീപ്പർ ക്ലാസ് നമുക്ക് വരുന്നത്. അങ്ങനെ പനവേലെത്തുക. പനവേൽ നമുക്ക് പിന്നെ പോകണമെന്ന് വെച്ചാൽ നേരൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകാനുള്ളത്. ഈ ഒരു നേരലും പിന്നെ നേരൂൾ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ രണ്ട് സ്ഥലം മാറിപ്പോകുന്നുണ്ട്. ഈ നേരൂൾ എന്ന് പറയുന്ന സ്ഥലം തെറ്റില്ലെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്തേക്കല്ല പോകുന്നത്. ഇവിടെ പച്ച മാർക്ക് കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടത്തേക്കാണ് പോകുന്നത്. നേരൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് നമ്മളൊരു മുംബൈൻ്റെ ലോക്കൽ ട്രെയിൻ ആപ്പ് എം ഇൻഡിക്കേറ്റർ എന്ന ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന കഴിയുമ്പോഴത്തേക്ക് ഈ നേരൽ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു നേരൂൾ എന്ന് പറയുന്ന സ്ഥലം കൂടി കാണിക്കും. അപ്പോൾ ആൾക്കാർക്ക് സംശയം വരും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ രണ്ടും രണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു എം ഇൻഡിക്കേറ്റർ ആപ്പ് നിങ്ങളിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുംബൈയിൽ ഇപ്പോൾ ലോക്കൽ ട്രെയിൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഉപകാരപ്പെടുന്ന പ്രതീക്ഷിക്കും. വെച്ചാൽ ഏതൊക്കെ പ്ലാറ്റ്ഫോം ആണെന്ന് വരെ നമുക്ക് ആ ആപ്പിൽ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉദാഹരണം പറയുമ്പോൾ പനവേളയിൽ പോകണമെങ്കിൽ പനവേൽ നേരെ എന്ത് ചെയ്യും, നേരൽക്ക പോകണമെങ്കിൽ നേരിൽ നമുക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ആ ഒരു ഏതൊക്കെ ടൈമിലാണ് ഈ ഒരു ട്രെയിൻ ഉള്ളതെന്ന് കാണിച്ചു തരും. കൂടെ തന്നെ സൈഡിൽ നിങ്ങൾക്ക് എത്ര മിനിറ്റ് ആണ്, പിന്നെ തന്നെ ഏതൊക്കെ പ്ലാറ്റ്ഫോമാണെന്നുള്ള സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. മുംബൈയിൽ യാത്ര ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നെ നേരെ നിങ്ങൾ പോകുന്ന വെച്ചാൽ അമ്മാൻ ലോഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് പോകണം. ഈ ഒരു അമ്മാൻ ലോഡ്ജിക്ക് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ബൈ ഷെയറിംഗ് ടാക്സി എടുത്ത് വേണം പോകാനായിട്ട്. പെർ ഹെഡ് 100 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. അമ്മാൻ ലോഡ്ജിൽ നിന്ന് മാത്രമേ നമുക്ക് ടോയ് ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ്. പെർ ഹെഡ് നമുക്ക് ടിക്കറ്റ് ചാർജ് വെച്ചാൽ 330 നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഈ ഒരു അമ്മാൻ ലോഡ്ജ് നമുക്ക് മാത്തേരാൻ കൊണ്ടാണ് തന്നെ നേരിലും നമുക്ക് മാത്തേരാനക്ക് നമുക്ക് ടോയ് ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ്. ആ ടോയ് ട്രെയിനിൻ്റെ ടൈമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി നിങ്ങൾ മാത്രം എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി നേരെ തിരിച്ച് വീണ്ടും നിങ്ങൾ നേരലേക്ക് പോവുക. നേരലേക്ക് പോയിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് പിന്നെ കല്യാണക്കോ അല്ലെങ്കിൽ പനവേൽക്കോ പോയിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പ്ലാനെങ്കിൽ നാട്ടിൽ പോവുക. അല്ലെങ്കിൽ മുംബൈയിൽ ഇനി എവിടെയെങ്കിലും കറങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ പോവുക. ഈ ഒരു മാത്തേരൻ യാത്രയ്ക്ക് നമുക്ക് വരുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 650 വെച്ചിട്ട് നിങ്ങൾക്ക് 2 സൈഡ് നമുക്ക് 1300 രൂപയാണ് വരുന്നത്. ലോക്കൽ ട്രെയിന് 2 സൈഡ് 50 രൂപ വെച്ചിട്ട് 100 രൂപയാണ് വരുന്നത്. ടാക്സി നമുക്ക് 2 സൈഡ് 100 രൂപ വെച്ചിട്ട് 200 രൂപ വരുന്നത്. എൻട്രി ഫീ എന്ന് വെച്ചാൽ 50 രൂപ വരുന്നത്. പിന്നെ ഈ ഒരു യാത്ര കേരളത്തിൽ നിന്നായത് തന്നെ ഫുഡ് നിങ്ങൾക്ക് ഒരു 5 ദിവസത്തേക്ക് ഇൻക്ലൂഡിങ് ആക്കിക്കൊണ്ട് 400 രൂപ വെച്ചിട്ട് 2000 രൂപ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ 3700 രൂപയാണ് ഈ ഒരു യാത്രയ്ക്ക് വരുന്ന ചിലവ്. ഇനി ഇപ്പം മഹാരാഷ്ട്രയിലും മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മാത്തേരിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരു യാത്രയ്ക്ക് വരുന്ന ചിലവ് എന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വരുന്നത് വെച്ചാൽ 50 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ലോക്കൽ ട്രെയിൻ വരുന്ന ഒരു ഫെയർ 100 രൂപ വരും. പിന്നെ ടാക്സി 200 രൂപ, അങ്ങനെ 300 രൂപ. പിന്നെ എൻട്രി ഫീ അപ്പം 350 രൂപ വരുന്നത്. ആ ഒരു റേറ്റ് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. ഫുഡ് ഇനി അവിടെ നിന്ന് വേറെ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെ അതും കൂടി ചേർത്തിട്ട് ഒരു 1000 രൂപ ചുരുങ്ങിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാത്തേര നിങ്ങൾക്ക് കറങ്ങി വരാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങളുടെ ചോദ്യത്തിനുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തിടുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടൊരു ബെല്ലൈക്കൺ എനേബിൾ ഇട്ടാൽ ഇതിലുള്ള യാത്രയുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.